ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയോട്ടോ ചെയ്യാൻ പോണത്. വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിലം ബോട്ടിലാട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് മോർഫസിൻ്റെ ഒരു റൗണ്ട് ആയിട്ടുള്ള ടൈപ്പ് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ഫെവിക്കോളാണ്. അപ്പോൾ നമ്മൾ ഫെവിക്കോളിലേക്ക് അതിൻ്റെ ഒരു നേർ പകുതി അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഉണ്ടാക്കിയിട്ട് അതുപയോഗിച്ചിട്ട് നമ്മൾ ബോട്ടിലേക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുള്ള നോട്ട്ബുക്കിൻ്റെ പേജസ് ഉണ്ടാവില്ല, അതൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ കളർ കവർ ഉണ്ടല്ലോ, പേപ്പർ കവർ, അതൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ഒരുപാട് ചുളിവുകളില്ലാതെ മാക്സിമം അതൊക്കെ നമ്മൾ കുറച്ചൊരു കട്ടിയുള്ളതാണ്. അപ്പോൾ ഒരുപാട് ചുളിവുകളില്ലാതെ ഒന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 കോട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്ലാത്ത ന്യൂസ് പേപ്പറൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ലെയറായിട്ട് തന്നെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളകിൻ്റെ ഒരു ഇതാണ്, ഫുള്ളായിട്ടുള്ള ഒരു കുരുമുളകിൻ്റെതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്തുള്ള ഒരു കുരുമുളക് മാത്രമല്ല, ഒരു പെപ്പർ, ബ്ലാക്ക് പെപ്പറാണ് കേട്ടോ കുരുമുളക് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ പറയാനും. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പെപ്പർ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൽ നിന്ന് ഒരു വേസ്റ്റായിട്ട് വരുന്ന ഒരു ത്രെഡ് പോലുള്ളതുണ്ടല്ലോ, അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ നമ്മൾ കുരുമുളക് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ മാറ്റി വെച്ചിട്ട് ആ ഒരു 4-5 ത്രെഡ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ താഴെ വീണ് കിടക്കുന്ന ഒരു കുരുമുളകിൻ്റെതാണ്. ഇനി അല്ലാത്ത ഒരു ഗ്രീൻ ആയിട്ടുള്ളത് തന്നെ പറിച്ചെടുത്തിട്ട് കുരുമുളകൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. പക്ഷേ അത് സ്റ്റിക്കായിട്ട് കിട്ടുന്നില്ല, കാരണം കുറച്ചൊരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഒരു ഉണങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ്, ഒരുപാട് ഇങ്ങനെ ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റിക്കായിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഒരു ബോർഡർ പോലെ ചുറ്റിലും അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വളച്ചൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഏത് ഡിസൈനാണോ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. ഒരുപാട് തിന്നായിട്ടിലൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇത് കുറച്ചൊരു വലിയൊരു ടൈപ്പ് ഡിസൈൻ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഒരു ബോർഡർ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു നെക്കിൻ്റെ അവിടെ വരെ അതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടൊന്നും കിട്ടിയില്ല, കാരണം ഇങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടല്ല ഒരു കുരുമുളകിൻ്റെ തണ്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളയ്ക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒടിഞ്ഞ് അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊന്ന് ഒട്ടിച്ച് ഒക്കെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബോട്ടിൽ ഇങ്ങനെ ഒരു വള്ളി പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു ഡിസൈന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പൂക്കളും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാട്ടർമെലൻ്റെ സീഡ്സ് ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടൊരു ഫ്ലവറിൻ്റെ മോഡലൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ ആദ്യം ഒരു സീഡ് എടുത്തിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഒരു നമ്മൾ കുരുമുളകിൻ്റെ തണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ പെറ്റൽ പോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിനെ പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കത് എവിടേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊക്കെ ഫെവിക്കോൾ മതി. ഈ സീഡ്സൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വാട്ടർമെലിൻ്റെ സീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പംകിൻ്റെ സീഡോ അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ സീഡൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പപ്പായയുടെ സീഡ്, അപ്പോൾ അങ്ങനെ ഒരു പെറ്റലിൻ്റെ ഒരു ഷേപ്പിലൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു സീഡ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ ഒരു കുരുമുളകിൻ്റെ ഒരു തണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതിന് പകരമായിട്ട് ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അതുപോലെ റോൾ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഈ കുരുമുളകിൻ്റെ ഒരു തണ്ടിന് ഇങ്ങനെ ഒരു പിരിപിരാന്നായിട്ട് നല്ല രസമാണ് കാണാൻ. അപ്പോൾ പെയിൻറ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ ബോട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്ത് മാത്രമായിട്ടോ ഞാൻ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നെക്കിൻ്റെ അവിടെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ, ബാക്കി ഭാഗം ഇങ്ങനെ ആ ഒരു ഡിസൈൻ മാത്രമായിട്ടാണ്. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ട് അടിച്ചിട്ട് ഒരു ഫിനിഷിംഗ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് കോട്ടും കൂടി അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇനാമൽ പെയിൻ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് തന്നെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ.
അങ്ങനെ നമ്മൾ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം നല്ലൊരു ബ്ലാക്ക് കളർ, പിന്നെ അതിലേക്ക് ഇങ്ങനെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. സാധാരണ നമ്മൾ ഈ ആൻറ്റിക് ബോട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലാക്ക് ചെയ്യുമ്പോൾ അത്രക്കൊരു ഭംഗി തോന്നില്ല. പക്ഷേ എനിക്കെന്തോ ഈ ഒരു ബോട്ടിൽ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഒരു ആൻറ്റിക് ലുക്കൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു മെറ്റാലിക് ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മെറ്റാലിക് ബ്രോൺസ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ കളറോ അല്ലെങ്കിൽ വേറെ കോപ്പർ കളറ് സിൽവറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളതൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെ ഒരു ടിപ്പ് വെച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ആ ഒരു വാട്ടർമെലൻ്റെ സീഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആ ഒരു ത്രെഡിലേക്കും, പിന്നെ കൂടുതലായിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ ഭംഗി നമ്മൾ ആ ഒരു ഡിസൈന് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ കാണുമ്പോൾ തോന്നുന്നു ആ ഒരു നെക്കിൻ്റെ സൈഡിലും കൂടെ ഈ ഒരു കുരുമുളകിൻ്റെ തണ്ട് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നു, നമ്മൾ ഈ ജൂട്ടൊക്കെ ഇങ്ങനെ ചുറ്റുന്ന പോലെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുരുമുളകിൻ്റെ തണ്ടും അതുപോലെ വാട്ടർമെലൻ്റെ സീഡ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുരുമുളകിൻ്റെ തണ്ട് വെച്ചിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആരും ക്രാഫ്റ്റ് ഒന്നും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ട സമയത്ത് അതിന് നല്ലൊരു ഭംഗിയുണ്ട്, അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഒരുപാട് അങ്ങോട്ട് ഫ്ലെക്സിബിൾ അല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്തിട്ട് അത് മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി കുറച്ച് ടെസ്റ്റിമോണിയൽസ് ആണ് കേട്ടോ. ആദ്യത്തെ പിക്ക് അയച്ചത് ജുമാനയാണ്. പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് നമ്മളൊരു സ്ട്രോബെറിയുടെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചത്. അടുത്തതായിട്ട് ഫിദ അയച്ചത് നമ്മൾ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു വോൾ ഡെക്കറായിട്ട് ട്രൈ ചെയ്തതാണ്. അടുത്തതായിട്ട് സെലീന അയച്ചത് നമ്മൾ പംകിൻ്റെ സീഡ് വെച്ചിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചത് ശ്രീഷ്മയാണ്. നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ടൊരു പ്ലാന്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചത് ആത്മയാണ്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചത് ഷെരീഫയാണ്. നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് ശകുന്തള അയച്ചത് നമ്മൾ പിസ്തയുടെ ഷെല്ലും പംകിൻ്റെ സീഡൊക്കെ വെച്ചിട്ടൊരു സിമ്പിളായിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചത് റാസിയാണ്. നമ്മളൊരു വാലൻറ്റൈൻ സ്പെഷ്യലായിട്ട് ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചത് അരുണിമയാണ്. നമ്മൾ പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു പാറ്റേണിൻ്റെ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിംഗർ പെയിൻറ്റിങ് വഴി നല്ലൊരു റോസ് പൂ വരയ്ക്കുന്ന ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചത് സുറുമി സലീമാണ്. നമ്മൾ ന്യൂസ് പേപ്പറും അതുപോലെ ഫേൺ ലീഫൊക്കെ വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിട്ടാണ് തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.